ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് ഇന്നത്തെ ബ്ലെസ്സിങ്സ് എന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇന്ന് ഞാൻ നല്ലൊരു ദിവസമായിരിക്കും. ഇന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം എന്ന് വിചാരിക്കണം കേട്ടോ. എപ്പോഴും ആരെങ്കിലും കാണുമ്പോൾ ചിരിക്കണം എന്ന് വിചാരിക്കണം. ചിരിച്ചുകൊണ്ട് വേണം എല്ലാവരോടും സംസാരിക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. ഒരുതരം ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ എന്നൊക്കെ പറയുന്നതാണ്. ഈ ഒരുപാട് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടായിരുന്നു അല്ലെങ്കിൽ വേണ്ട എന്ന് തോന്നുന്നൊരു എനർജിയാണ് ഈ 8 ഓഫ് കപ്സ്. ചിന്തകളിൽ ഒരു എന്താണ് ശൂന്യത അനുഭവിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു റിലേഷൻഷിപ്പിൽ കപ്പ് എനർജി ആയതുകൊണ്ടാണ് കേട്ടോ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുക, അതുപോലെ അവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെയാണ് 8 ഓഫ് കപ്സ് പറയുന്നത്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വല്ലാതെ മൂഡ് സ്വിങ്സ് തോന്നാൻ സാധ്യതയുണ്ട്. പറയുന്നതൊന്നും അത്ര നിങ്ങൾക്ക് ആരോടും മിണ്ടാനൊരു താല്പര്യം ഉണ്ടാവത്തില്ല. ഒരു ഒറ്റപ്പെട്ട ഫീല്, അതൊക്കെയാണ് 8 ഓഫ് കപ്സ്. ഒരു പുതിയ രീതിയിലേക്ക് ചിന്ത പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ്. ദെൻ ഫുൾ കാർഡാണ്. ഇത് തന്നെയാണ് ഈ 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് മറ്റൊരു ദിശയിലേക്ക് നടക്കുന്നു എന്നാണ്, വേറൊരു ഹൃദയത്തിലേക്ക് നടക്കുന്നു എന്നാണ്. അത് തന്നെയാണ് ഇവിടെ ഫുള്ളും പറയുന്നത്. ഒരു യാത്രയുണ്ട്, അതുപോലെ വളരെ സട്ടിലായിട്ട് വളരെ കാം ആൻഡ് കൂളായിട്ട് പാസ്റ്റിലത്തെ എല്ലാ കാര്യങ്ങളെയും പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് യാത്ര പോവുക എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം, ഒരു ഫ്രഷ് ന്യൂ ബിഗിനിങ് വേണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഫുൾ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് പാസ്റ്റിൽ ഒരുപാട് അനുഭവങ്ങൾ, വളരെ മോശമായിട്ടുള്ള, നിങ്ങളല്ലാതാക്കി മാറ്റിയ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾ ഒത്തിരി നാളുകൊണ്ടേ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ മാറ്റിയിട്ട്, ഇതൊക്കെ മറന്നിട്ട് എനിക്ക് ഞാനായിട്ടൊന്ന് ജീവിക്കണം, എനിക്ക് പുതിയതായിട്ടൊന്ന് ജീവിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുറേ നാളായിട്ട് അത് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് അത് സാധിച്ചിട്ടുണ്ടാകത്തില്ല. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ അതിനെക്കുറിച്ചൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നു. ഇനി ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല, എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ റിലേഷൻഷിപ്പുകളെയും നിങ്ങൾ പിന്നിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ വളരെ ക്ലോസ് ഒരു സർക്യൂട്ടിലുള്ള ആൾക്കാരായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ കൂട്ടുകാരുണ്ടായിരുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഡിപ്രഷൻ ഫേസ്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്ന സമയത്തിന് ശേഷം, നിങ്ങൾ സ്പിരിച്വൽ ആയതിനു ശേഷം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പണ്ടത്തെ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ അടുത്തുനിന്ന് പോയിട്ടുണ്ടാവും. അവരുമായിട്ടൊന്നും നിങ്ങൾക്കിപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവത്തില്ല. അവരിൽ വളരെ ചുരുക്കം ചിലർ മാത്രമേ, 1-2 പേര് മാത്രമേ ഇപ്പോഴും നിങ്ങളുടെ കൂടെ അതേ മൈൻഡ് സെറ്റിൽ, അതേ തിക്കായിട്ട്, അത്ര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫെയ്ഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്, നിങ്ങളൊരു ഫ്രഷ് ബിഗിനിങ് ഇന്ന് ഉണ്ടാവുന്നു എന്നാണ് ഈ ഫുൾ കാർഡ് പറയുന്നത്. ഇതെപ്പോഴാണെന്ന് പറയുമ്പോൾ ബിഗിനിങ് ഉണ്ടാകുന്നത്, നിങ്ങളെ മനസ്സിലാക്കുക. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ആളുകൾക്ക് വേണ്ടിയിട്ടോ ഒന്നും അല്ലാന്ന് നിങ്ങൾ എപ്പം മനസ്സിലാക്കുന്നു, നിങ്ങൾ ഏത് രീതിയിൽ ചീറ്റ് ചെയ്യപ്പെട്ടവരോ വേദനിപ്പിക്കപ്പെട്ടവരോ ആയിക്കോട്ടെ, അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ ജോബ് നഷ്ടപ്പെട്ടിട്ടായിക്കോട്ടെ, എങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഒരുപാട് വീക്കാവുക ചെയ്യുക, ഏതവസ്ഥയിലാണോ നിങ്ങളങ്ങനെ വീക്കായിപ്പോയത് അവിടെ നിങ്ങളെ മനസ്സിലാക്കുക. ഞാൻ വന്നിട്ടുള്ളത് ഇതിനൊന്നും അല്ല, എന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമാണ് ഇത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. ഞാനത് മുൻപ് ചെയ്തതിൻ്റെ ഫലമായിരിക്കും, ഞാനത് അക്സെപ്റ്റ് ചെയ്തു, ഞാനത് ചെയ്തതിൻ്റെ ഫലമാണെങ്കിൽ ഞാനത് അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ബാധ്യസ്ഥയാണ്, അതുകൊണ്ട് ഞാനത് അനുഭവിക്കുന്നു, ഞാൻ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരും. ആ ഒരു ബിഗിനിങ് ആണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാക്കിയെടുക്കണം. ഈ ഇമോഷൻസിൽ കളക്ട് ചെയ്ത് നിന്നാലും നിങ്ങൾക്കത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, 9 ഓഫ് സോർട്സ്. ചിലപ്പോൾ രാത്രികളിൽ നിങ്ങൾക്ക്, ഇന്നലെ രാത്രി ആയിരിക്കാം, നിങ്ങൾക്ക് വല്ല അസുഖമോ, വയറുവേദന, നടുവേദന, അല്ലെങ്കിൽ പനി, ചുമ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാരണം നിങ്ങൾ വല്ലാതെ സഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവത്തില്ല. അതുകൊണ്ട് മാത്രമല്ല, മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ ഓർത്ത് കരഞ്ഞിട്ടായിരിക്കും കിടന്നിട്ടുണ്ടാവുക.
അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ടർബുലൻ്റ് ആയിരിക്കും. ഫിസിക്കലി മെൻ്റലി ടർബുലൻസ് അനുഭവിച്ചിട്ടുണ്ടാവും. ഫിസിക്കലി പെയിൻ ഒക്കെ വരുന്ന സമയത്താണ് നമുക്ക് പെയിൻ ഇല്ലാത്ത അവസ്ഥ എന്ത് മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിൽ രാത്രിയിൽ നിങ്ങൾ ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല. രാത്രിയിൽ നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് കാണും. ഉറങ്ങിയിട്ടുണ്ടാവത്തില്ലെന്ന് മാത്രമല്ല മെൻ്റലി നല്ല കോൺഫ്ലിക്റ്റഡ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ആ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉറക്കം വരിക, ഒരു തൂങ്ങിയിരിക്കുക, ഒരു എനർജി ഇല്ലാത്തൊരു ഫീല് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ രാത്രിയിലെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പിറ്റേ ദിവസത്തെ എനർജിയെ ബാധിക്കും. തലകറക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഒരു ഊർജ്ജം ഉണ്ടാവത്തില്ല, നമുക്കൊരു ഒന്നിനൊരു എനർജി ഉണ്ടാവത്തില്ല. അതാണ് ഈ 9 ഓഫ് സൂട്ട്സ് പറയുന്നത്. തന്നെ ഹൈ പ്രീസ്റ്റസ് ആണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ് എന്തായാലും ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. പിന്നെ ഇത് ഹൈ പ്രീസ്റ്റസ് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. അതായത് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാവും. അപ്പം വൈകുന്നേരം നിങ്ങളെ ഒരാൾ വിളിക്കുവാണെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ തന്നെ അവരോട് പറയൂ, ഞാനിപ്പോൾ ആലോചിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ രാവിലെ നിന്നെ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ടെലിപ്പതി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുക, ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡി ഫിഗർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് ഒരു സ്പിരിച്വൽ പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു ലേഡി ഫിഗറാണ്. അതുമല്ല ഇത് നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡൻസ് എന്ന് പറഞ്ഞായിരിക്കത്തില്ല ചിലപ്പോൾ ഇത് എടുക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് റാൻഡമായിട്ട് മീറ്റ് ചെയ്യുന്ന ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടുന്ന വളരെ ബേസിക് ലെസൺസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കും അവരുടെ വായിന്ന് വീണത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും. അതിങ്ങനെ കേട്ടിട്ട് നമ്മളിത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഓർത്തിരുന്നിട്ട് അയ്യോ ശരിയാണല്ലോ എന്ന് നമുക്കൊരു റെവലേഷൻ വരാനും സാധ്യതയുണ്ട്. ദെൻ ടെമ്പറൻസ് പറയുന്നത് ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാണ്. ചിലപ്പോൾ നിങ്ങളിന്ന് ഹറിബറി ആയിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. വളരെ ധൃതി പിടിച്ച് എന്തൊക്കെയോ ചെയ്യുക, ഒരു ബാലൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുക. അതായത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ സ്ട്രഗിൾ ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ബാലൻസിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഇപ്പോൾ ടൈം അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതല്ല, നിങ്ങൾക്ക് ഫിസിക്കലി അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിലും ശരി, ഇപ്പം നിങ്ങൾക്ക് ഫിസിക്കലി ഓടിയെത്താൻ പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ അതെല്ലാം നിങ്ങൾ ബാലൻസിൽ ചെയ്യണം. ഇനി ഏതെങ്കിലും ആളുകളായിട്ട് നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതാണ് ടെമ്പറൻസിൻ്റെ അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്നൊരു നർച്ചറിങ് മദറാണ്. അപ്പം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ആവാം, നിങ്ങൾക്ക് വേണ്ടി തന്നെ ആവാം, എന്തൊക്കെയോ കരുതി വെക്കുന്നു എന്നാണ്. മക്കൾക്ക് വേണ്ടിയായിരിക്കാം, വീടിന് വേണ്ടിയായിരിക്കാം, എന്തൊക്കെയോ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് ഫിനാൻഷ്യലി വെയിറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട് കേട്ടോ. ഫിനാൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളെയും കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഇന്ന് അബണ്ടൻ്റ് ആയിരിക്കും. അതുപോലെ പണത്തിന് വെയിറ്റ് ചെയ്യാമെന്നൊരു അർത്ഥമുണ്ട്. പിന്നെ നിങ്ങൾ ഒരു നർച്ചറിങ് മദറാണ്. അപ്പോൾ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കാം. അതായത് മറ്റുള്ളവർക്ക് നർച്ചറിങ് ആയിട്ടുള്ള പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് നർച്ചറിങ് മദർ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 6 ഓഫ് സോഡ്സ്, കുറച്ച് മെൻ്റൽ പ്രഷറോട് കൂടിയാണെങ്കിലും ഒരു യാത്ര കാണുന്നുണ്ട്. കുറച്ചധികം മെൻ്റൽ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റോട് കൂടി നിങ്ങൾ യാത്ര പോകുന്നു എന്നാണ്. ഇത് ചില ആളുകൾ വിദേശത്തേക്കൊക്കെ യാത്ര പോകുന്നതായിരിക്കും. കാരണം ഇവർ മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ട് എപ്പോഴും വിദേശത്തേക്ക് പ്രവാസികൾ പോകുന്നത് ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. അപ്പോൾ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു ഫീലാണ് ഈ 6 ഓഫ് സോഡ്സ്. ശരിക്കും പറഞ്ഞാൽ അതാണ് പ്രവാസം തന്നെയാണ് 6 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് മനസ്സിൽ ദുരിതങ്ങളും കൊണ്ട് ഒരു യാത്ര പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫാമിലിയൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു ഫീലാണിത്, 6 ഓഫ് സോഡ്സ്. ഇനി ബന്ധങ്ങളിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവിടെയും ചില ആളുകൾ മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിരിക്കും, നിങ്ങൾ ചിലരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതാവാം. 6 ഓഫ് സോഡ്സ് അതാണ് പറയുന്നത്. നമ്മൾ നിൽക്കുന്നിടത്ത് സമാധാനം ഇല്ലാത്തത് കൊണ്ട് സമാധാനം ഉള്ളിടത്ത് അവിടെ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് വേറൊരിടം തേടി പോകുന്നതിനാണ് ഈ 6 ഓഫ് സോഡ്സ് പറയുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യലി ബേർഡൻ ആയിട്ടുള്ള ആളുകൾ വിദേശത്തൊക്കെ പോയാൽ പണം കിട്ടും, അപ്പോൾ എനിക്ക് ലൈഫ് സ്റ്റേബിൾ ആകുമെന്ന് വിചാരിച്ച് വിദേശത്തേക്ക് പോകുമ്പോഴാണ് ഈ വിത്ത് ഫാമിലി അല്ലെങ്കിൽ ഫാമിലിയുടെ ദുരിതങ്ങളോടൊപ്പം ദൂരേക്ക് യാത്ര പോകാമെന്ന് പറയുന്ന ഈ 6 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് എനർജി അതാണ്. അപ്പം അങ്ങനെ ഒരു യാത്ര കാണുന്നുണ്ട്. യാത്രയുണ്ട്, പക്ഷേ യാത്ര അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയല്ല, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു യാത്ര എന്നാണ് കാണുന്നത്. 4 ഓഫ് വാണ്ട്സ് പറയുന്ന ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ്.
ഇതൊരു അച്ചീവ്മെൻറ്റിൻ്റെ കാർഡാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ വളരെയധികം എഫേർട്ട് എടുത്ത് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനം അല്ലെങ്കിൽ അതിനൊരു അപ്രീസിയേഷൻ കിട്ടുക, അതിനൊരു ഏണിങ് കിട്ടുക, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു കാര്യം നിങ്ങളുടേതായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും കാണിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അച്ചീവ്മെൻറ്റ് മറ്റുള്ളവരോട് പറയുക. ഇപ്പം നിങ്ങളൊരു മത്സര പരീക്ഷയിലൊക്കെ എഴുതി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് സക്സസ് ആണ് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് അഭിമാനിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട്സിൻ്റെ എനർജി. അച്ചീവ്മെൻറ്റ് നേടുക എന്നുണ്ട്, അതുപോലെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക എന്നുണ്ട്, സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാം. മോസ്റ്റ്ലി ഒരു കല്യാണ നിശ്ചയം പോലുള്ള ഏതെങ്കിലും ഒരു കല്യാണമോ കല്യാണ നിശ്ചയമോ ആകാം, അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻ, ഒരു ഗ്യാതറിങ്ങിൽ ഒത്തുകൂടുക എന്നും അർത്ഥമുണ്ട്. അതാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. ദെൻ ഹാങ്ഡ്മാനാണ് ആ 9 ഓഫ് സോഡ്സിൻ്റെ ബാക്കിയാണ്. ഈ രാത്രിയിൽ ഉറങ്ങാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു തലയിലൊരു മൂളക്കം ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കാണ് ഈ ഹാങ്ഡ്മാൻ എന്ന് പറയുന്നത്. നമ്മൾ തലകറക്കം ഉണ്ടാവും, അതുപോലെ തലയ്ക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക, അതൊക്കെയുണ്ട്. പ്ലസ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ്. ഒരു കാര്യത്തിന് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മൾ ആ സൊല്യൂഷനെ ഹാപ്പി അല്ല, അല്ലെങ്കിൽ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ എന്നൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നമ്മളതിനെ ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകുന്ന എനർജിയാണ് ഈ ഹാങ്ഡ്മാൻ എന്ന് പറയുന്നത്. ഒരു തീരുമാനം എടുക്കുക, ഇനി അത് എന്നിട്ട് അത് ശരിയാവുമോ എന്നുള്ള ചിന്ത കൊണ്ട് വീണ്ടും പുനരാലോചിക്കുക, ഓവർ തിങ്ക് ചെയ്ത് അതിൻ്റെ ഇല്ലാത്ത തലങ്ങളിലൂടെ പോയിട്ട് നമ്മളെ തന്നെ ഹെവിനെസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ ഹാങ്ഡ്മാൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ആലോചിച്ചിട്ടൊരു എത്തും പിടിയില്ലാത്തതുകൊണ്ട് ഇനി എന്തായാലും വരുന്ന പോലെ വരട്ടെ എന്ന് സറണ്ടർ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ എന്നേക്കൊരു വേണ്ടെന്ന് വെക്കുന്നതാകാനും സാധ്യതയുണ്ട്. അതായത് സാക്രിഫൈസ് ചെയ്യുക, വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതാണ് ഹാങ്ഡ്മാൻ്റെ എനർജി. ഡെവിളുണ്ട്, ഇന്നലെയും ഡെവിൾ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്നവർ സൂക്ഷിക്കണം. അതുപോലെ ഹെൽത്ത് വളരെയധികം സൂക്ഷിക്കണം. ഡബിൾ എനർജി എന്ന് പറയുന്നത് ഫിസിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാകാം, അതുപോലെ ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങളാകാം. ഒരു നെഗറ്റീവ് കാർഡ് തന്നെയാണ് ഈ ഡബിൾ എന്ന് പറയുന്നത്. ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഡബിൾ എനർജി പറയുന്നത്. അപ്പോൾ ഏതോ ഒരു നെഗറ്റിവിറ്റി നമ്മളെ പിടികൂടുന്ന, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോശം കാര്യം സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡബിൾ എനർജി. അപ്പോൾ പൈസ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അവിടെ ചതി പറ്റുക, നഷ്ടപ്പെടുക, അങ്ങനെയുള്ള എനർജി ഉണ്ട്. ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. അത് വേഴ്സ്റ്റ് ആകാൻ നിൽക്കരുത്, വേഴ്സ്റ്റ് ആകാൻ നിൽക്കരുത്, മോശമാകണ്ട, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ വണ്ടി ഓടിക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്, ചില കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു എനർജിയാണ് ഈ ഡെവിൾ എനർജി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു ഡെവിൾ പ്രവർത്തിക്കുന്നു എന്നതാവാം. പിന്നെ ഡെവിളിൻ്റെ പ്രവർത്തനം നമ്മളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ എന്നാൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ദെൻ 3 ഓഫ് വാണ്ട്സ് പറയുന്നത് വിദേശത്തേക്ക് പോവുക, അല്ലെങ്കിൽ വിദേശത്ത് നാട്ടിലേക്ക് വരിക, അങ്ങനെ ഒരു എനർജിയാണ് ഈ 3 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഈ 6 ഓഫ് സോഡ്സ് പറയുന്നതും 3 ഓഫ് വാണ്ട്സ് വളരെ പ്രതീക്ഷയോടുകൂടി പോകുന്നതാണ്. വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ലുക്കിംഗ് ഫോർവേഡാണ്, മുന്നോട്ട് നോക്കുന്നു, നമ്മളൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതാണ്. അതിപ്പോൾ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരോ പഠിക്കാൻ പോകുന്നവരൊക്കെ കാത്തിരിക്കുന്നവർക്ക് വിസയോ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ തടസ്സമെല്ലാം മാറി നിൽക്കുന്ന പോകാൻ പറ്റും എന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അത് വിദേശത്തേക്കോ നാട്ടിലേക്കോ ആകാം. ആ ഒരു കാർഡാണ് 3 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഈ 6 ഓഫ് സോഡ്സ് നമ്മൾ ഭയങ്കര ഹെവിനെസ്സിലാണ്, നമ്മുടെ മനസ്സ് ഭയങ്കര കലുഷിതമാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഭയങ്കര ടർബുലൻസ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാനസിക സംഘർഷമാണ്. അപ്പോൾ അവിടെ നിന്നൊരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരിടത്തേക്ക് പോകുന്നതാണ്. അതാണ് 6 ഓഫ് സോഡ്സ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു യാത്രയുടെ കാർഡുണ്ട്, അത് രണ്ടും എയർ ട്രാവലിൻ്റെ കാർഡും കാണുന്നുണ്ട്. പിന്നെ ഡബിൾ എനർജി ഉള്ളതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. ഫിസിക്കലി പ്രത്യേകിച്ചും ശാരീരിക എന്തെങ്കിലും പ്രയാസമുള്ളവർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൂടുതൽ മോശമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ് ഇന്ന ദിവസം ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? അൺലൈക്ലി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഒന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, റീകൺസിഡർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് റീകൺസിഡർ ചെയ്യണം, പുനരാലോചിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ശരിയല്ല,
അതൊന്നും കൂടെ ഒന്ന് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ നോ നീഡ് ടു വറി, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പുനരവലോകനം ചെയ്യുക, ഒന്നും കൂടെ ഒന്ന് പുനരാലോചനയ്ക്ക് ശേഷം മാത്രം മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ദെൻ ഫർഗീവ്നെസ് പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിന്ന് ഈ ഇമോഷണൽ ഇത് പറഞ്ഞില്ലേ, 8 ഓഫ് കപ്സ് ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ അതായിരിക്കും. നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് അങ്ങ് പോവണ്ട. നിങ്ങൾ അതുകൊണ്ട് റീകൺസിഡർ ചെയ്യൂ, എന്നിട്ട് അവരോട് ഫൊർഗീവ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒരാളെ വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോവല്ല, അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ആളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന നീതി കിട്ടും. അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.